ചൈനയുടെ മേലുള്ള തീരുവ 90 ദിവസത്തേക്ക് നീട്ടിവെച്ചിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ ട്രംപ് ഒപ്പുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. ആദ്യമൊക്കെ 90 ദിവസത്തേക്ക് ചൈനയുടെ മേലുള്ള തീരുവ ഏർപ്പാടാക്കിയെങ്കിലും അങ്ങനെ ചൈനയെ ഒതുക്കാൻ പറ്റില്ല എന്ന് ട്രംപിന് കാര്യം പിടുത്തം കിട്ടി. അതാണ് ട്രംപ് വീണ്ടും അടുത്ത 90 ദിവസത്തേക്ക് ചൈനയുടെ മേലുള്ള താരിഫ് ഒഴിവാക്കാൻ അമേരിക്ക നോക്കുന്നത്. ചൈന വലിയ സാമ്പത്തിക ശക്തിയായി വളരുന്നത് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അമേരിക്കയാണ്. അതുകൊണ്ടാണ് ട്രംപ് ഭരണത്തിൽ കയറിയ ഉടനെ തന്നെ ചൈനയുടെ മേൽ തീരുവയായിട്ട് ഒതുക്കാൻ നോക്കിയത്. പക്ഷേ അമേരിക്ക വിചാരിച്ചതിലും വൻ സാമ്പത്തിക ശക്തിയായി ചൈന ഇന്ന് മാറിയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ചൈനയുടെ മേൽ അമേരിക്ക നീട്ടി നീട്ടി വെക്കുന്ന താരിഫ് ഇളവ് അമേരിക്കയുടെ ഒരു അടവാണ്. ചൈനയെ ഒറ്റയടിക്ക് തീർക്കാൻ പറ്റില്ലെന്ന് അന്ന് അമേരിക്ക തീരുവ കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായതാണ്. അമേരിക്കയുടെ മറ്റൊരു ആശങ്കയാണ് ഇന്ത്യയെ ചൈനയെ പോലെ അത്ര പേടിക്കാനില്ലെന്ന ഒറ്റ കാര്യം കൊണ്ടാണ് ഇന്ത്യയുടെ കാര്യം പിന്നീട് അമേരിക്ക അവധിക്ക് വെച്ചത്. എന്നാൽ ഇന്ത്യയുടെ ബ്രിക്സ് എൻട്രി അമേരിക്കയെ പേടിപ്പിച്ചു. അതുകൊണ്ടാണ് അമേരിക്ക അവധിക്ക് വെച്ചതെടുത്ത് കയ്യോടെ ഇന്ത്യക്ക് തന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും, ബ്രിക്സിൽ ഇന്ത്യയുടെ പ്രാതിനിധ്യം ഉയർന്നതും അമേരിക്ക അന്നു മുതലാണ് ആന ചേന എന്നൊക്കെ പറഞ്ഞ് തീരുവ ചുമത്താൻ തുടങ്ങിയത്. എന്നാൽ ട്രംപിന്റെ കണക്കുകൂട്ടൽ പാളിപ്പോയി. ഇന്ത്യയുടെ അടുത്താണ് അത് പാളിയത്. ട്രംപിന് ഇന്ത്യയെയും ചൈനയെയും ബ്രസീലിനെയും ട്രംപ് പറയുന്നത് പോലെ കിട്ടിയില്ല. ഇവിടെ ട്രംപിന്റെ പ്രധാന സ്ട്രാറ്റജി ട്രേഡ് തന്നെയായിരുന്നു. ട്രേഡിനെ ട്രംപ് ആയുധവൽക്കരിച്ചു. പാലം കടക്കും വരെ നാരായണ, പാലം കടന്നാൽ കൂരായണെന്ന അമേരിക്കയുടെ തനി സ്വഭാവം ഇന്ത്യ അങ്ങനെ കണ്ടു. ഡീലിന്റെ സാക്ഷാൽ ട്രംപ് വന്നതോടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ആദ്യത്തെ ട്രംപ് ഇന്ത്യക്ക് അനുകൂല നിലപാടെടുത്തപ്പോൾ രണ്ടാം ട്രംപിന്റെ ഓഫീസ് പക്ക കുടിയേറ്റ വിരുദ്ധതയും ഇന്ത്യ, ചൈന, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളെ തകർക്കാൻ ആരോ കൊട്ടേഷൻ കൊടുത്തു വിട്ട പോലെയുമായി. ഇന്ത്യ ഒന്നുമല്ലാത്ത കാലത്ത് ഇന്ത്യക്ക് കാവലായി മാറിയ കൂട്ടുകാരനാണ് റഷ്യ. അന്ന് പാകിസ്ഥാൻ ഇന്ത്യയുമായി യുദ്ധം നടന്നപ്പോൾ ഇന്ത്യയുടെ ബേ ഓഫ് ബംഗാളിലേക്ക് ബ്രിട്ടന്റെ യുദ്ധക്കപ്പൽ ഇന്ത്യയെ വളയാൻ വന്നപ്പോൾ അവിടെ ഇന്ത്യക്ക് വേണ്ടി റഷ്യയുടെ യുദ്ധക്കപ്പൽ വിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇനി ഒരടി മുന്നോട്ട് വെച്ച, ഇനി ഒരു യുദ്ധം നിങ്ങൾ ഇന്ത്യക്കെതിരെ ചെയ്ത ആ യുദ്ധങ്ങളെല്ലാം റഷ്യക്ക് നേരെയെന്ന് റഷ്യ കരുതുമെന്നും റഷ്യ ബ്രിട്ടനോട് പറഞ്ഞു. അന്നു മുതൽ ഇന്ത്യക്ക് വിശ്വസിക്കാവുന്ന അടിപതറാത്ത കൂട്ടാണ് റഷ്യ. പിന്നെയല്ലേ അമേരിക്കയൊക്കെ വന്നത്. ആര് വന്നാലും ഇന്ത്യയുടെ മോശ സമയത്ത് ഇന്ത്യ കിട്ടിയ റഷ്യയോടൊപ്പം ഇന്ന് ലോകത്ത് പകരം വെക്കാൻ മറ്റൊരു രാജ്യവുമില്ല. ഇന്ത്യക്ക് വലിയൊരു അബദ്ധം പറ്റിയെന്നേ. ഇന്ത്യ അമേരിക്കയെ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു. അതുകൊണ്ട് എന്താ, ഇന്ത്യ അമേരിക്കയുമായി ഒരുപാട് ബിസിനസ് ചെയ്തു. ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പോർട്സിൽ 30% വരുന്ന എക്സ്പോർട്സും അമേരിക്കയെ ഇന്ത്യ ആശ്രയിച്ചു. അതുകൊണ്ട് ഇന്ത്യയുടെ ലേബർ ഇന്റൻസീവായ ഉൽപ്പന്നങ്ങൾ, മറൈൻ പ്രൊഡക്ട്സ്, ടെക്സ്റ്റൈൽസ്, ജെംസ് ആൻഡ് ജ്വല്ലറി ഇവയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇരുട്ടടിയായി. അതേസമയം ഇന്ത്യയുടെ ഇതേ പ്രൊഡക്ട്സുകൾക്ക് പകരക്കാരായി തുർക്കിയും വിയറ്റ്നാമും തായ്ലൻഡ് അടങ്ങുന്ന രാജ്യങ്ങൾ മാറുകയും ചെയ്തു. തുർക്കി, വിയറ്റ്നാം, തായ്ലൻഡിനൊക്കെ അമേരിക്ക കൊടുത്തിരിക്കുന്ന താരിഫ് വെറും 20% താഴെയാണ്. അവിടെ ഇന്ത്യൻ പ്രൊഡക്ട്സിന്റെ അമേരിക്കൻ വിപണി അവിടെ ഇന്ത്യക്ക് നഷ്ടപ്പെടുകയാണ്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യ ഇനി ചെയ്യാൻ പോകുന്നത് അമേരിക്കയുടെ താരിഫിനെ ബൈപ്പാസ് ചെയ്യുക, കുറക്കുക എന്നതാണ് ഏക വഴി. അതിനുവേണ്ടി ഇന്ത്യ ഐമക്ക് തുറക്കാൻ ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുകയാണ്. ഐമക് എന്നാൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ആണ്. ഇന്ത്യ സൗദി അറേബ്യ വഴി, ജോർദാനും ഇസ്രായേലും വഴി, ഗ്രീസും ഇറ്റലി വഴി യൂറോപ്പിലേക്ക് ഇന്ത്യക്ക് ബിസിനസ് നടത്താൻ ഒരുക്കുന്ന വൻ സാമ്പത്തിക ഇടനാഴിയാണ് ഐമക്. ഐമക്കിലൂടെ മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും ഇന്ത്യക്കുണ്ടായ എക്സ്പോർട്ട് നഷ്ടം പരിഹരിക്കാൻ ഇന്ത്യ നോക്കും. ഇനി ഇന്ത്യ ഒരൊറ്റ എക്കണോമിയെ മാത്രം നോക്കി നിൽക്കില്ല. ഇന്ത്യയുടെ ബിസിനസ് ഒട്ടനവധി രാജ്യങ്ങളുമായി നടത്തും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ്, ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം നടക്കുമ്പോൾ ബോയ്ക്കോട്ട് അമേരിക്കൻ പ്രൊഡക്ട്സ് ഒക്കെ സോഷ്യൽ മീഡിയ കമ്പനികൾ പോസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇന്ത്യക്കാരുടെ ഒരുപാട് കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ഒക്കെ അമേരിക്കയിലുമുണ്ട്. അപ്പോൾ ചാടിക്കേറി ബോയ്ക്കോട്ട് അമേരിക്ക എന്ന് പറയുമ്പോൾ അത്തരം നീക്കം ഇന്ത്യയെ ബിസിനസ് തൊട്ട് സാധാരണക്കാരുടെ ജീവിതം വരെ അത്തരം എടുത്തുചാട്ടത്തിൽ ബാധിക്കാം. നമുക്ക് ഇവിടെ സമചിത്തതയാണ് വേണ്ടത്. ഇന്ത്യക്കെന്നല്ല, വേൾഡ് പവറായി നിൽക്കുന്ന ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ തള്ളി പറയാൻ പറ്റില്ല. നമുക്കിവിടെ ഇന്ത്യയുടെ സ്ട്രാറ്റജിയാണ് വേണ്ടത്.
ഒന്നാമത്തെ കാര്യം, ഇന്ത്യ ചൈനയുടേതുപോലത്തെ ഒരു ക്ലോസ്ഡ് എക്കണോമി അല്ല എന്നതാണ്. ഇന്ത്യക്ക് എല്ലാ രാജ്യങ്ങളും വേണം. എന്നാൽ ഇന്ത്യക്കിട്ട് പണിയുന്ന, പരസ്യമായി ചതിക്കുന്ന അമേരിക്ക പോലത്തെ രാജ്യത്തെ നാം നയതന്ത്രപരമായി കൈകാര്യം ചെയ്യണം. അതിന് ഇന്ത്യയുടെ ആത്യന്തികമായ ലക്ഷ്യം സ്വയം പര്യാപ്തതയിലേക്ക് ഇന്ത്യയെ മാറ്റണം. ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് മാറുന്നതോടെ ഇന്ത്യക്ക് അമേരിക്ക എന്നല്ല ഒരു രാജ്യത്തിനെയും നോക്കേണ്ട കാര്യമില്ല. പിന്നെ അമേരിക്ക എന്ന മാർക്കറ്റിനെ മാത്രം നോക്കാതെ ഒട്ടുമിക്ക രാജ്യങ്ങളുമായും ഇന്ത്യ ബിസിനസ് ചെയ്യണം. അപ്പോൾ പിന്നെ ഇന്ത്യയുടെ ബിസിനസ് ആർക്കും തടയാൻ പറ്റില്ല. ഇന്ത്യയുടെ ബിസിനസ്സിന് എക്കണോമിക് സെക്യൂരിറ്റി കിട്ടും. ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുകയും ഇന്ത്യയുടെ ബിസിനസ് ഒരൊറ്റ രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ ഒട്ടനവധി രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ മൈലേജ് കിട്ടുന്നതാണ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര യുദ്ധം ഇന്ത്യക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആരാണ് ഇന്ത്യയുടെ യഥാർത്ഥ സുഹൃത്തെന്നും ആരാണ് അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നതും എന്നൊക്കെയുള്ള ഇന്ത്യക്ക് മനസ്സിലാക്കാനുള്ള ഒരവസരമായി നമ്മൾ ഇതിനെ കണ്ടാൽ മതി. ഇന്ത്യയുടെ ഫോക്കസ് എന്നത് സാമ്പത്തികമായി വളരുക, ഇന്ത്യയുടെ സ്വന്തം കാലിൽ നിൽക്കുക. ഇന്ത്യയുടെ ബിസിനസ് അമേരിക്കയിൽ മാത്രം ഒതുക്കി നിർത്താതെ ഒട്ടനവധി രാജ്യങ്ങളിലേക്ക് ഐമക്ക് പോലുള്ള വമ്പൻ സാമ്പത്തിക ഇടനാഴി വരുന്നതോടെ ഇന്ത്യക്ക് ഒട്ടനവധി രാജ്യങ്ങളുമായി ബിസിനസ് ചെയ്യാനും ഇന്ത്യക്ക് ഉണ്ടായ എക്സ്പോർട്ട് നഷ്ടം ബൈപ്പാസ് ചെയ്യാനും പറ്റും. അതാണ് ഇന്ത്യ നോക്കുന്നത്. അടുത്ത വീഡിയോയുമായി വരാം.